ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരസ്യയോഗം. പരസ്യ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, പൊതുനിരത്തുകളിൽ നിന്നുകൊണ്ട്, നാൽക്കവലകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് പരസ്യയോഗമെന്ന് അറിയപ്പെടുന്നു. വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എനിക്ക് 32 വർഷങ്ങൾക്ക് മുന്നമേ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരസ്യയോഗം എന്ന് പറയുന്നത് എൻ്റെ സുവിശേഷ യാത്രയുടെ ഒരു ഭാഗമാണ്. ഈ അടുത്ത ദിവസം ഒരു അത്ഭുതകരമാകുന്ന അവസരമുണ്ടായി. ഞാൻ യൂറോപ്പിലെ നെതർലാൻഡ്സിൽ കടന്നു പോവുകയുണ്ടായി. നെതർലാൻഡ്സിനെ ഡച്ച് ഭാഷ, ഇംഗ്ലീഷിലാണ് ഡച്ച് ഭാഷ എന്ന് പറയുന്നത്. ഡച്ച് ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ ഡച്ചുകാരെന്നും അവരെ വിളിക്കാറുണ്ട്. പിന്നെ ഒരു സമയത്ത് നെതർലാൻഡ്സിൻ്റെ ഒരു പ്രോവിൻസ് ആകുന്ന, ഇപ്പോഴത്തെ ഒരു പ്രോവിൻസ് ആകുന്ന ഹോളണ്ട്, ആ ഹോളണ്ടിൽ നിന്ന് അനേകർ മറ്റ് രാജ്യങ്ങളിൽ വന്നിരുന്നതിനാൽ ആ രാജ്യത്തെ ഹോളണ്ടെന്നും നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട്. എന്നാൽ ഇന്നത് നെതർലാൻഡ്സാണ്. നെതർലാൻഡ്സിൽ കടന്നു പോകുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ ചില ദിവസങ്ങളിലേക്കൊരു ചെറിയ സന്ദർശനം നെതർലാൻഡ്സിൽ നടത്തി. നെതർലാൻഡ്സിലായിരുന്നപ്പോൾ ആംസ്റ്റർഡാം നെതർലാൻഡ്സിൻ്റെ ക്യാപിറ്റലാകുന്നുവല്ലോ. ആംസ്റ്റർഡാമിലെ സെൻട്രൽ സ്റ്റേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്രഭാഗമാകുന്ന സെൻട്രൽ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അവിടെ തന്നെ സെൻട്രൽ ബസ് സ്റ്റേഷനുമുണ്ട്. അവിടെ കടന്നു പോകുവാനൊരു അവസരം ലഭിച്ചു. ചില വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ അവിടെ പോയ സമയത്ത് അവിടെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഈ പരസ്യയോഗം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവ് ഈ പൊതുനിരത്തുകളിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം, ഇവിടുത്തുകാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ ആദ്യ സന്ദർശനത്തിൽ. എന്നാൽ ഈ പ്രാവശ്യം പോയപ്പോൾ അത്ഭുതകരം. ഞാൻ ആ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ അരികിൽ ചെന്നൊരു പൊതുനിരത്തിലൂടെ നടക്കുമ്പോൾ ഇതാ ഒരു യൗവനക്കാരൻ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. പൊതുനിരത്തിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ സൗണ്ട് സിസ്റ്റമുണ്ട്, ഒരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. തന്നോടൊപ്പം ഒരാളുണ്ട്. ഈ യൗവനക്കാരൻ ആംസ്റ്റർഡാം അല്ലെങ്കിൽ നെതർലാൻഡ്സുകാരനാണ്, ഡച്ചുകാരനാണ്, വൈറ്റാണ്. എന്നാൽ തന്നോടുകൂടെ ഒരു ആഫ്രിക്കൻ സഹോദരനുമുണ്ട്. അദ്ദേഹം ഒരു പക്ഷെങ്കിൽ നെതർലാൻഡ്സിൽ ജനിച്ച് വളർന്നതായിരിക്കും. ഏതായാലും അദ്ദേഹം ട്രാക്സുകൾ കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഇരുവരും കൂടെ അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ഇത് നെതർലാൻഡ്സിൽ സംഭവിക്കുകയാണ്. യൂറോപ്പിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. യൂറോപ്പ് ആത്മീകമായി തണുത്തു പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു 50 വർഷമായിട്ടാണ് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 50 വർഷം മുന്നമേ ഉണ്ടായിരുന്ന നിലയിലുള്ള ഒരു ആത്മീക ചലനവും ഉണർവും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യൂറോപ്പിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് ഒരു പുതിയ അടയാളമാണ്. മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ അടയാളമാകുന്നു. നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ പരസ്യയോഗത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഒന്ന് കാണാം. വലിയൊരു അത്ഭുതം. ഇതാ ആംസ്റ്റർഡാം പട്ടണത്തിന്റെ നടുവിൽ ഒരു സുവിശേഷകൻ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നു. യൂറോപ്പ് ആത്മീകമായി തണുത്തുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഇതൊരു നല്ല അടയാളമാണ്. ഇതൊരു അത്ഭുതമാണ്. വീണ്ടും യൂറോപ്പ് ഉണർത്തപ്പെടുന്നു. അതിന്റെ തെളിവാകുന്നു ആംസ്റ്റർഡാമിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷകൻ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുകയാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory to Jesus. Ahmad heeft niks gedaan voor mij. Nee, niks voor jou Ik heb gedaan. verwacht. Weet je wat Jezus Ik heb voor ook jou- van die Jezus Oké, niet wat verwacht. heb- Hij is mens. Wat zegt hij. wat heeft Yeshua al-Masih voor jou gedaan? Hij gaat, kijk, Jezus gaat. Yeshua al-Masih. Ja, jij zegt, jullie zeggen die Jezus gaat verlegen, gaat weg, niet doodgaan. In slaap gedaan, die was zwak. Nee. Listen. Nee. Ja, Jezus Christus is voor jouw zonde gestorven, meneer, opgestaan uit de dood. I believe ഇതാ Jesus ഇപ്പോൾ died for sinners and ഈ he rose from the dead. ദൈവദാസന്റെ That's it. And that's why we see പ്രസംഗത്തോട് today, many people are an enemy of the നിഷേധാർത്ഥകമായി cross. പ്രതികരിക്കുന്ന They are ഒരു enemies വ്യക്തി of the കടന്നു cross. വരികയുണ്ടായി. We see it in Islam, we see it also ഇതൊരു in Seventh-day Adventist Church, ആത്മിക we see it also in നവോത്ഥാനത്തിന്റെ Jehovah's Witness തുടക്കമെന്ന് ഞാൻ Church, we see it also വിശ്വസിക്കുന്നു. in Buddhism, in atheism, ഈ in പട്ടണത്തിന്റെ Satanism, നടുവിൽ in നിന്നുകൊണ്ട് Hinduism. ഈ We see അഭിഷക്തൻ it in അതിശക്തമായി humanism. ദൈവത്തിന്റെ വചനം Many people പ്രഘോഷിക്കുന്നു. are enemies of the അല്പം cross. മുൻപ് I was ഇതുവഴി an enemy of the നടന്നുപോയ cross. ചില വിശ്വാസികൾ I was a ഹല്ലേലൂയ victim of the പറഞ്ഞ് Lord. ഈ Ladies and അഭിഷക്തനെ gentlemen, പിന്തുണയ്ക്കുകയുണ്ടായി. that's why, you see, എന്നാൽ we are മറ്റൊരാൾ born as വന്ന് sinners. അതിനെ Many people say, എതിർക്കുകയുണ്ടായി. "I'm born as a Muslim. വ്യത്യസ്തമാകുന്ന I'm born as a കാര്യങ്ങൾ Catholic." പൊതുനിരത്തിൽ Well, I want to സംഭവിക്കും. tell you, we are born in sin. അതിന്റെ നടുവിൽ We are born ഇതാ in sin. ശക്തമായിട്ട് And that's ഈ why the യൗവനക്കാരൻ Bible says, "You ദൈവ must be born വചനം again." പ്രഘോഷിക്കുന്നു. You ഇത് must be born again. യൂറോപ്പിന്റെ It means repent. ഉണർവിന്റെ അടയാളമായി സ്വീകരിക്കുക. Trust in the gospel യൂറോപ്പിന് of വേണ്ടി the Lord പ്രാർത്ഥിക്കുക. Jesus Christ, നെതർലൻഡ്സിന് and വേണ്ടി you പ്രാർത്ഥിക്കുക. shall be saved. Ladies and gentlemen, do you think a man can Grace, undeserved favor. If God never had mercy upon us to give us his son Jesus, no one would be saved. Our works cannot save us. Our hearts are evil. Out of the heart comes evil desires, the Bible says. Out of the heart comes hatred. Out of the heart comes stealing and lying and fornication and adultery and get pride, villain, abortus villain, coffee shop and drugs. We are not good enough to earn heaven. That's why God had to send Jesus Christ, the Lamb of God who takes away the sin of the world. You see, Jesus is the Lamb of God who died for us, that he can give us eternal life, that we can receive the gift of God. Ladies and gentlemen, you can have expensive jeans, but you don't have the gift of God. You can put on a 500 sneaker shoe, but you don't have the gift of God. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ എതിർക്കുന്ന ചിലരുണ്ട്. ഇടയ്ക്ക് ഒരാൾ വന്ന് അദ്ദേഹത്തെ എതിർക്കുന്നത് കണ്ടില്ലേ? അതേപോലെ അനേകർ വന്ന് എതിർക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, യേശു ദൈവമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തർക്കം പോലെ ഉണ്ടാകുന്നു. അതിന് വളരെ ജ്ഞാനത്തോടുകൂടെ ഈ സുവിശേഷ പ്രസംഗകൻ മറുപടി കൊടുക്കുകയാണ്. അവിടെ അദ്ദേഹം കോപിക്കുന്നില്ല, വളരെ സഹിഷ്ണുതയോടെ ക്ഷമയോടെ സാധ്യമാകുമെങ്കിൽ ആ വന്ന് എതിർക്കുന്നവരോട് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഒന്ന് കൊടുത്ത് അദ്ദേഹം വളരെ ജ്ഞാനത്തോടു കൂടിയാണ് ആ പരസ്യയോഗം നടത്തുന്നത്. പറയേണ്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തുറന്നു പറയുന്നുണ്ട്. ഇച്ചിരി കൂടുതലും പറയുന്നതായിട്ടാണ് എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞത്. ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ആളുകളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഇംഗ്ലീഷിലും പ്രസംഗിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഡച്ചിലും പ്രസംഗിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നവർ ചിലർ ഡച്ചിലാണ് ചോദ്യം ചോദിക്കുന്നത്, ഡച്ച് ഭാഷയിൽ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു. ചിലർ വന്നിട്ട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നു. മറ്റു ചിലർ നടന്നു പോകുമ്പോൾ അവർ ദൈവമക്കളാണ്, അവർ ഈ സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ സന്തോഷിച്ച് ഹല്ലേലൂയ എന്ന് പറയുന്നു. ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഉത്സാഹം തോന്നി. ഞാൻ കരുതി എന്തായാലും ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, അപ്പോൾ ഈ സുവിശേഷകൻ്റെ കൂടെ ഒന്ന് അങ്ങ് പ്രാർത്ഥിക്കാം. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ തുടങ്ങി. ഇതിങ്ങനെ മുന്നോട്ട് പോയി. ഇത് കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ യാത്രയിൽ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ അവിടെ ആദ്യമായിട്ട് വന്നിറങ്ങി ഒരു 5 മിനിറ്റിനുള്ളിലുള്ള ആദ്യത്തെ ഒരു അടയാളം എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ നിന്നുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു രക്ഷിതാവാകുന്നു എന്ന് പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. അപ്പോഴേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി, ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അടയാളമാണല്ലോ. രാജ്യത്തിനും യൂറോപ്പിനും ഒക്കെ ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണല്ലോ.
സന്തോഷം തോന്നി. അതിനുശേഷമാണ് 2 ദിവസം കഴിയുമ്പോൾ ഈ പരസ്യയോഗത്തിൻ്റെ അന്ന് നടക്കുന്ന സ്ഥലത്ത് എനിക്ക് ആയിരിക്കുവാനുള്ള അത്ഭുതാവസരം എനിക്ക് ലഭിച്ചത്. ഞാൻ ആ സമയത്ത് അവിടെ ചെല്ലേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും സമയത്ത് പോവുകയായിരുന്നെങ്കിൽ അത് ഒരു പക്ഷെങ്കിൽ എനിക്ക് അതിൻ്റെ ഭാഗമാകുവാൻ കഴിയുമായിരുന്നില്ല. ഈ ചെറുപ്പക്കാരൻ പരസ്യയോഗം നടത്തുന്ന ആ 1-2 മണിക്കൂറുകൾ, ആ കൃത്യസമയത്ത് തന്നെ എനിക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് ഒരു നിയോഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതുപോലെ ഇടയ്ക്ക് ആരോ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരോട് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങുകയും അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, ഒരവസരം ലഭിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൊരു പാസ്റ്ററാണ്, എനിക്കൊരു ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ അവസരം തരാമോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ സന്ദേഹം, ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു അപരിചിതനാകുന്ന വ്യക്തി പെട്ടെന്ന് വന്ന് അങ്ങനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംശയം ഉണ്ടാകത്തില്ലേ? അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഉപദേശം എന്താണ്, നിങ്ങളുടെ ഡോക്ടറിൻ എന്താണ്, നിങ്ങൾ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ താഴ്മയോടുകൂടെ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ കോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, സംശയിക്കേണ്ട കാര്യമില്ല. ഡോക്ടറിനിലായിട്ട് താങ്കളുമായിട്ട് യാതൊരു വ്യത്യസ്തതയും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ മഹാത്ഭുതകരം എൻ്റെ ശുശ്രൂഷയുടെ 33-33 വർഷത്തിൽ എനിക്ക് യൂറോപ്പിലെ ആംസ്റ്റർഡാമിലെ പൊതുനിരത്തിൽ നിന്നുകൊണ്ട് പരസ്യയോഗം നടത്തുവാനുള്ള ഒരവസരം ലഭിച്ചു. ദയവായിട്ട് നിങ്ങൾക്ക് ആ ഭാഗം ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുവാൻ കഴിയും. In the beginning was the Word, and the Word was with God, and the Word was God. And again in John chapter 3 and verse number 16 it says, for God so loved the world that he gave his only begotten Son. That is Jesus Christ. He gave his only begotten Son, that whosoever believes in him should not perish but have everlasting life. Again in Bible, in John chapter 14 and verse number 6 it says, Jesus was talking to his disciples, and Jesus said, I am the way, the truth and the life. Only through Jesus you can reach the Father. Only through Jesus you can reach heaven. There is a life after this life. Eternal life is a reality. This life on this earth is a temporary life, but there is a life after this life, eternal life. And if you want to receive eternal life, there is only one name, there is only one person, that is Jesus Christ. Accept Jesus as your personal Savior and Lord, and you shall be saved. And in Acts chapter 2 and verse number 21 says, whoever calls on the name of the Lord Jesus Christ shall be saved. My dear friends, you need salvation. As sin is dominating your life, you need a transformation in your life, a change in your life. And only Jesus can save you. Only Jesus can save you. Only Jesus can save you. After this life, if you want to reach heaven and to be with Jesus Christ, only Jesus can save you. In John chapter 11 and verse number 25, Jesus said, I am the resurrection and life. Jesus said, I am the resurrection and life. There is a life after this life. And Jesus rose again on the 3rd day. He lives evermore. Jesus is alive evermore. Jesus became a sacrifice for you on the cross of Calvary. And on the 3rd day, Jesus rose again. We preach the resurrected Jesus. Jesus is alive. Jesus is alive.
call unto the name of Jesus Christ, you and your family shall be saved. You need a personal relationship with Jesus Christ. Accept Jesus as your personal Savior and Lord. This world is a temporary world. The Word of God says, those who love the world and its passions, they will end in their sins. But those who obey the Word of God live forevermore. If you obey the Word of God, you shall live evermore. Accept Jesus Christ as your personal Savior and Lord. Live a holy life, pleasing the Lord Jesus Christ, and then you shall be with Jesus forever in eternity. Thank you so much, Pastor. God bless you. 32 വർഷങ്ങൾക്ക് മുന്നമേ യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്യയോഗമാണ്. എനിക്ക് പരിശുദ്ധാത്മാ ശക്തി എൻ്റെ മുറിയിൽ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന സന്ദർഭത്തിൽ അസാധാരണ ദൈവശക്തി ഞാൻ അനുഭവിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്ത് ചാടിപ്പോയി ചിലപ്പോൾ 4 കവലകളിൽ ചെന്ന് പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ തന്നെ പരസ്യയോഗങ്ങൾ നടത്തുവാൻ തുടങ്ങി. ചർച്ചുകളിൽ ശുശ്രൂഷിക്കുക അങ്ങനെയുള്ള അവസരങ്ങളൊന്നുമില്ലല്ലോ. വചനമൊന്നും നമുക്ക് ഒത്തിരി ആഴത്തിൽ അറിയത്തില്ലല്ലോ. പരസ്യയോഗമായിരുന്നു തുടക്കമെന്ന് പറയുന്നത്. പരസ്യ സ്ഥലങ്ങളിൽ പോയി തനിയെ നിന്ന് പ്രസംഗിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ മറ്റു ചിലരത് ശ്രദ്ധിച്ചു, അറിഞ്ഞു. അങ്ങനെ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റുപറയാം, താങ്കൾ പ്രസംഗിക്കുക, ഞാൻ ഏറ്റുപറയാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോകുവാൻ തുടങ്ങി. ഞാൻ പ്രസംഗിക്കും, അദ്ദേഹം ഏറ്റുപറയും. ഇത് തുടർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു വാഹനം ലഭിച്ചു. അന്നത്തെ ഒരു മാറ്റഡോർ വാൻ ലഭിച്ചു. ആ സൗണ്ട് സിസ്റ്റം ലഭിച്ചു. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോയി പരസ്യയോഗം നടത്തുവാൻ വേണ്ടിയുള്ള അനുവാദം ലഭിക്കുകയുണ്ട്. അധികാരികളിൽ നിന്ന് അനുവാദം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതങ്ങ് വിശാലമായി. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ അധികം കാര്യങ്ങളിൽ ദൈവം നമ്മെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമെന്നതിൻ്റെ ഒരു വ്യക്തമാകുന്ന അടയാളമാണ്. ആത്മശക്തി ഞാൻ അനുഭവിച്ച സന്ദർഭത്തിൽ തനിയെ പോയി പരസ്യയോഗം നടത്തി. ആ പരസ്യയോഗം നടത്തുമ്പോൾ ആ പരസ്യയോഗത്തിലെ കണ്ടൻറ്റ് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അതിലെ കണ്ടൻറ്റ് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും. മറ്റാരെയും വിമർശിക്കുവാനോ വേറെ ഒന്നിനെക്കുറിച്ചും പറയുവാനോ തയ്യാറാകത്തില്ല. ലോകസംഭവങ്ങൾ പറയും. ചില സന്ദർഭങ്ങളിൽ ഒരു ആശ്ചര്യമുണ്ടാകുവാൻ വേണ്ടി ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്നത് എന്തെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നൊരു വിളംബരത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുന്നത്. പരസ്യയോഗം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇങ്ങനെയുള്ള ആമുഖങ്ങൾ കുഴപ്പമില്ല. അങ്ങനെ ആമുഖങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒരു വിളംബരത്തോടുകൂടെ വേണമെങ്കിൽ പരസ്യയോഗങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. നമ്മളവിടെ അങ്ങനെ പോയി ആരെയും വന്ദനം ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. പരസ്യയോഗമല്ലേ, ആർക്കും നന്ദി പറയേണ്ട കാര്യവുമില്ല. അത് നമുക്കുള്ള കാര്യം പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അവിടെ അടുത്ത നാളുകളിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവം ഏത്? നിങ്ങൾ അതറിഞ്ഞിട്ടുണ്ടോ? ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവം നടക്കുവാൻ പോകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയുള്ള ചില വിളംബരങ്ങൾ, ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയുള്ള ചില വിളംബരങ്ങളോടുകൂടെ ഞാൻ പരസ്യയോഗങ്ങൾ ആരംഭിക്കുമായിരുന്നു. ആ പരസ്യയോഗങ്ങളൊക്കെ വിജയകരമായി തീർന്നു. ചെറിയ നിലയിൽ ആരംഭിച്ചു, തനിയെ പ്രസംഗിച്ചു. പിന്നെ ഒരാൾ ഏറ്റുപറയുവാൻ എൻ്റെ ഒപ്പം വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വാഹനം ലഭിച്ചു, സൗണ്ട് സിസ്റ്റം ലഭിച്ചു. പല സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയുള്ള അധികാരികളുടെ അനുവാദം ലഭിച്ചു. യാത്ര ചെയ്യുവാൻ തുടങ്ങി. അനേകം സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗങ്ങൾ നടത്തുവാൻ ആരംഭ നാളുകളിൽ, ഇത് ഒരു 30 വർഷങ്ങൾക്ക് മുന്നമേ അല്ലെങ്കിൽ ഒരു 26-27 വർഷങ്ങൾക്ക് മുന്നമേ സംഭവിച്ച കാര്യങ്ങളാണ്. ആ സമയങ്ങളിൽ തുടർച്ചയായിട്ട് അനേകം സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗങ്ങൾ നടത്തുവാൻ കർത്താവ് അവസരം നൽകി തന്നു. അതിൽ വിശ്വസ്തരായിരിക്കുകയാണ് എങ്കിൽ നമുക്ക്
മറ്റവസരങ്ങളും കർത്താവ് നൽകിത്തരും. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വളരെ വിചിത്രമാകുന്ന സന്ദർഭങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഉഗാണ്ടയിൽ പോയ സന്ദർഭത്തിൽ, ഉഗാണ്ടയിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരുമിച്ച് ആയിരിക്കുമ്പോൾ അവിടെ ഒരു പൊതുനിരത്തിൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ ഞങ്ങൾ ചെന്നു. മാർക്കറ്റ് പ്ലേസിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സുവിശേഷകൻ നിന്ന് വചനം പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന് സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഒരു വാഹനത്തിൽ ആ സൗണ്ട് സിസ്റ്റമൊക്കെ വച്ച് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്നിലെ പരസ്യോഗക്കാരൻ ആവേശഭരിതനായി ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് വിനയപരിസരം ചോദിച്ചു, ഞാൻ കൂടെ ഒരു അല്പസമയം പരസ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കട്ടെ. അവിടെ പിന്നെ അദ്ദേഹം ചോദിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് എന്നോട് ഡോക്ടറിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ചോദിച്ചില്ല. ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൊരു പാസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു. ഉടനെ തന്നെ മൈക്രോഫോൺ തന്നു. He will change your life and he will give you a great life. Your life on this earth will be blessed. The life after this life you will be with Jesus. I want to tell you, Jesus is God coming soon. ഞാൻ ദീർഘസമയം പ്രസംഗിച്ചു. ആ മാർക്കറ്റ് പ്ലേസിൽ അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരികയുണ്ടായി. അത് വളരെ അനുകൂലമാകുന്ന ഒരു സന്ദർഭമായിരുന്നു ആ പരസ്യയോഗം എന്ന് പറയുന്നത്. അത് ഉഗാണ്ടയിൽ സംഭവിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു രാജ്യത്ത് ഷെഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ച് ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുവാനുള്ള അവസരം ലഭിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, പല സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ പോയി പരസ്യയോഗം നടത്താനുള്ള ഒരു അനുകൂല സാഹചര്യമില്ല. ചിലർക്കത് പ്രകോപനപരമായി തീരുമല്ലോ. അവിടെ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഈ സമൂഹത്തിൽ വ്യത്യസ്തമാകുന്ന വിശ്വാസങ്ങളുള്ളവരുണ്ട്. അവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും അവരെ ആദരവോടുകൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൂട്ടർക്ക് അത് ബുദ്ധിമുട്ട് വരുന്നു എന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. ഇതൊരിക്കലും ഒരു യുദ്ധ ഭൂമിയൊന്നുമല്ല. ഒരാൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ തീർച്ചയായിട്ടും അവരെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ അവിടുന്ന് പരസ്യയോഗങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് നമ്മൾ അവരോട് വിനയപുരസ്സരം ആശയവിനിമയം നടത്തി നമ്മൾ ആ സ്ഥലത്തു നിന്ന് പിൻവാങ്ങുന്നതാണ് ഏറ്റവും ഉചിതമാകുന്ന കാര്യം. ആരംഭ സമയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പരസ്യയോഗം നടത്തുന്ന സന്ദർഭത്തിൽ എനിക്ക് മുന്നമേ ഒരു ബാലകൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയായിരുന്നു. അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിരാളികൾ വന്നതിന് ശേഷം അവനെ തടഞ്ഞു നിർത്തടാന്ന് പറയുകയുണ്ടായി. അവൻ്റെ പക്കൽ നിന്ന് മൈക്രോഫോൺ വാങ്ങി നിലത്തടിക്കുകയുണ്ടായി. അപ്പോൾ ആ ബാലകൻ പ്രസംഗിച്ചപ്പോൾ അത് തടയപ്പെട്ട സന്ദർഭത്തിൽ ആ നിമിഷത്തിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്താൽ മതി. പിന്നെ ഒരിക്കലും വീണ്ടും മൈക്രോഫോൺ എടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറാകരുത് എന്നതായിരുന്നു ഇതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിബന്ധനകൾ. പരസ്യയോഗത്തിൽ സ്വീകരിക്കേണ്ട ചില നിബന്ധനകൾ അതാണ്. എനിക്ക് അന്ന് അതറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ തുടക്കമായിരുന്നു. ഇത് ഒരു 29 വർഷങ്ങൾക്ക് മുന്നമേ നടന്ന കാര്യമാണ്. അന്ന് ഞാൻ അവിവാഹിതനാണ്. എൻ്റെ നല്ല യൗവനത്തിൽ ഉള്ള ആത്മിക തിളപ്പും ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ബാലകനെ നിർത്തൽ ചെയ്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് മൈക്രോഫോൺ എടുത്തിട്ട് ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവർ വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ട്. അങ്ങനൊരു രംഗം സൃഷ്ടിക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നെ മർദ്ദിച്ചു, എൻ്റെ കൂടെ വന്നവരെ മർദ്ദിച്ചു. അത് ഒഴിവാക്കാമായിരുന്നു. ആ ബാലകനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ പിന്നീട് അവർ പ്രശ്നം ഉണ്ടാക്കുവാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങൾ വീണ്ടും മൈക്രോഫോൺ എടുത്ത് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അവരെ വീണ്ടും പ്രകോപിപ്പിച്ചത്. ഒരിക്കലും പരസ്യയോഗത്തിൽ ഒരു എതിർപ്പ് വരികയാണെങ്കിൽ പ്രകോപനപരമാകുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ആ കാര്യങ്ങൾ അവസാനിപ്പിച്ച് വിനയപുരസ്സരം അവരോട് താഴ്മയോടുകൂടെ സംസാരിച്ച് ആ കാര്യത്തിൽ അവരെ ആദരിച്ച് പരസ്യയോഗം അവിടെ നിർത്തൽ ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അടുത്ത നാളുകളിൽ ഈ മേഖലകളിലൊക്കെ പരസ്യയോഗങ്ങൾ നടത്തുവാൻ
പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെയുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി തീരരുത് എന്നുള്ളത് അവരെ ബഹുമാനിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നത്. ചില സംസ്ഥാനങ്ങളുണ്ട്, മേഘാലയയിൽ പോവുകയാണെങ്കിൽ അവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് 80-90% ആളുകൾ. അങ്ങനെ ഞങ്ങൾ മേഘാലയയിലേക്ക് പോവുകയുണ്ടായി. ഗാരോ ഹിൽസിൽ പോയിട്ട് പരസ്യയോഗങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ചില ഭാഗങ്ങളും നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയും. Jesus Christ is Lord. Believe in Jesus Christ. Accept Jesus as your Lord and Savior. Then you shall be saved. He will make you a new creation. And the power of sin will be broken from your life. You can lead a righteous life. You shall be blessed on this earth. And also after this life you will live with Jesus forever and ever in heaven. ഈ ഗാരോ ഹിൽസിൽ ഇപ്പോൾ മറ്റു ടീമുകൾ പരസ്യയോഗങ്ങൾ നടത്തുന്നു. അപ്പം നമ്മളൊരു പരസ്യയോഗം നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആംസ്റ്റർഡാമിൽ ആ ചെറുപ്പക്കാരൻ പരസ്യയോഗം നടത്തി. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അനേകം അതേപോലെയുള്ള ചെറുപ്പക്കാരാകുന്ന സുവിശേഷകന്മാർ പരസ്യയോഗങ്ങൾ നടത്തും. ഗാരോ ഹിൽസിൽ ഞങ്ങൾ പോയി പരസ്യയോഗം നടത്തി. അതിൽ നിന്ന് ഇപ്പോൾ മറ്റ് ചില ഗ്രൂപ്പുകൾ ഗാരോ ഹിൽസിൽ പരസ്യയോഗങ്ങൾ നടത്തുന്നു. ഞങ്ങൾ ഗാരോ ഹിൽസിൽ പരസ്യയോഗം നടത്തിയപ്പോൾ എല്ലായിടത്തും ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നു. ഏറ്റവും അന്നത്തെ ആ പരസ്യവും തീരുന്ന അവസാനത്തെ പരസ്യയോഗത്തിൽ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നു. മദ്യപാനിയാകുന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സുവിശേഷകനായിരുന്നു, പക്ഷെ മദ്യപാനത്തിൽ പെട്ടുപോയി. അപ്പോൾ അദ്ദേഹം വളരെ ഹൃദയത്തിൽ നൊമ്പരത്തോടുകൂടെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ തൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ചുള്ള ആ സ്മരണ വീണ്ടും മടങ്ങി വരണമെന്നുള്ള ഒരു ബോധ്യം ഒക്കെ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നു. വേറൊരു മനുഷ്യൻ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, ചില പ്രത്യേക കാരണങ്ങൾ മുഖാന്തരമായിട്ട് തൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ കൂടെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെ അരികിലേക്ക്, എൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? രോഗികൾ വരുവാൻ തുടങ്ങി. ആ ഗാരോ ഹിൽസിലെ സ്ട്രീറ്റിൽ വെച്ച് തന്നെ ചിലരുടെ മേൽ ആത്മശക്തിയുടെ സ്പർശനമുണ്ടായി. ഏറ്റവും രസകരമാകുന്ന കാര്യം, ഞങ്ങളതെല്ലാം അഴിച്ചു വയ്ക്കുന്ന സന്ദർഭത്തിൽ എല്ലാം തീർന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു സ്ത്രീ ഓടി വരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ദവായി, ഹിന്ദിയിലാണ് പറയുന്നത്, ദവായി കൊണ്ടുവന്നത് ആരാണ്? അപ്പോൾ ആരോ പറഞ്ഞു, അവിടെ പോയി ആരോ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, അവർ രോഗികളെ സൗഖ്യമാക്കുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇവർ വന്ന് ചോദിക്കുന്നത്, ദവായി കൊടുക്കുന്നവർ പോയോ? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ദവായി അല്ല, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചതിന് ശേഷം അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ വീണ്ടും വരുമോ? അതൊരു സ്പിരിച്വൽ ഇൻവിറ്റേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വന്ന സ്ത്രീക്ക് യേശുവിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല. അവർ വേറൊരു സംസ്ഥാനത്തിൽ നിന്ന് അവിടെ വന്ന് കച്ചവടം നടത്തുന്നൊരു ഫാമിലിയിൽ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ആ പ്രാർത്ഥനയിലൂടെ എന്തോ ഒരു ദൈവിക സ്പർശനം ഉണ്ടായതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, വീണ്ടും നിങ്ങൾ വരുമോ? പ്രിയമുള്ളവരെ, അനേകർ വിശപ്പോടും ദാഹത്തോടും കൂടെ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. വളരെ വിവേകത്തോടുകൂടെ ആയിരിക്കണം ഈ കാര്യങ്ങളിൽ. എങ്ങനെയാണ് സുവിശേഷം പരസ്യസ്ഥലത്ത് പ്രസംഗിക്കേണ്ടത്, അവിടെ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വ്യക്തിപരമായി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യണം. അവിവേകമായിട്ടോ പ്രകോപനപരമായിട്ടോ എതിർപ്പുകളുള്ള ഇടത്തോ പരസ്യയോഗങ്ങൾ ഒരിക്കലും നടത്തരുത്. വളരെ സ്നേഹപൂരിതമാകുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്നത്. അവിടെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം
ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ മനഃപൂർവ്വമായിട്ട് താഴ്മയോടുകൂടി എതിർക്കുന്നവരോട് നല്ല നിലയിൽ സംസാരിച്ച് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യേണ്ടത്. ഈ നിലയിൽ ഒരുപാട് നിബന്ധനകൾ കഴിഞ്ഞുപോയ നീണ്ട വർഷങ്ങൾ കൊണ്ട് പരിചയിച്ചിരിക്കുന്ന ചില പ്രോട്ടോക്കോൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പരിശീലിച്ചെടുത്തിരിക്കുന്ന ചില രീതികളുണ്ട്, ചില നല്ല നിബന്ധനകളുണ്ട്. അതൊക്കെ അറിഞ്ഞ് ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ വിളിയുള്ളവർ, എല്ലാവർക്കും ഇതിന് വിളിയില്ല. ആ കോളിംഗ് ഉള്ളവർ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വാക്കുകളിൽ ആ വ്യത്യസ്തത നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വിളിയുള്ളവരുണ്ടെങ്കിൽ ആ വിളിയുള്ളവരുടെ മേൽ ഇപ്പോൾ ഒരു അഭിഷേകം പകരപ്പെടട്ടെ. പരസ്യ സ്ഥലത്തു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ വേണ്ടി ഒരു അഭിഷേകം ഇപ്പോൾ പകരപ്പെടട്ടെ. പരസ്യ സ്ഥലത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. പരസ്യ സ്ഥലത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരുക്കണം കർത്താവേ. ഒരു എൻഡ് ടൈം റിവൈവൽ ലോകം മുഴുവൻ സുവിശേഷം എത്തണം. മത്തായി 24:14 സംഭവിക്കണമേ. ലോകം മുഴുവൻ സുവിശേഷം എത്തുന്ന ഒരു അത്ഭുതം. അതിനുവേണ്ടി വിവിധ മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ പരസ്യ സ്ഥലത്ത് പോയി ശക്തമായിട്ട് വളരെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വിളിയുള്ള ചിലരുടെ മേൽ ഇപ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച വന്നു വീഴട്ടെ, ഒരു തീ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മഹാത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ, നസ്രയനാകുന്ന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക, സൗഖ്യം സ്വീകരിക്കുക, അത്ഭുത സൗഖ്യം സ്വീകരിക്കുക. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.